ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. യുദ്ധം ഉടനെ തീരുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ തുടർന്ന് ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ചെറിയൊരു 0.95% റാലി നടത്തി. 24,261 ക്ലോസ് ചെയ്യുന്നത്. 233 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 931 പോയിൻറ്റ്സ് ഉയർന്നു. 56,950 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 912 പോയിൻറ്റ്സ് ഉയർന്ന് 57,177 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നിന്ന് 341 പോയിൻറ്റ്സ് ഉയർന്ന് 16,473 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നിന്ന് 19% ഫോൾ ഉണ്ടായി. 18.90 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 639 പോയിൻറ്റ്സ് കുറഞ്ഞ് 78,205 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 6,333 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 4,672 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിൽ നിഫ്റ്റി ഓട്ടോ തന്നെ 3% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 26,770 ക്ലോസ് ചെയ്തപ്പോൾ 804 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 381 പോയിൻറ്റ്സ് കുറഞ്ഞ് 36,038 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,535 ക്ലോസ് ചെയ്തപ്പോൾ 495 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 49,603 ക്ലോസ് ചെയ്തപ്പോൾ 411 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ നിന്ന് 166 പോയിൻറ്റ്സിന് ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 14,938 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 44 പോയിൻറ്റ്സ് കുറഞ്ഞ് 9139 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 138 പോയിൻറ്റ്സ് കുറഞ്ഞ് 30,024 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 20 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 1,351 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 179 പോയിൻറ്റ്സ് ഉയർന്ന് 11,868 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 45 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 11,462 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 319 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കണ്ടത്. 23,253 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 194 പോയിൻറ്റ്സ് ഉയർന്ന് 9,013 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 11 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 744 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ 188 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഇന്നലെ ഇന്നുമായിട്ട് ആകെ ഉണ്ടായിട്ടുള്ളത്. 0.77% ലോസിലാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,261 നിൽക്കുമ്പോൾ 7.15% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് 2025 31 മാർച്ചിന് 23,519 നിഫ്റ്റി ഇന്ന് 24,261 നിൽക്കുമ്പോൾ 3.16% പ്രോഫിറ്റ് മാത്രമേ കഴിഞ്ഞ 12 മാസം വരെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 2,351 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 587 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. പൊതുവെ മാർക്കറ്റ് എല്ലാം പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സായിരുന്നു നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 7.67% റാലി നടത്തി. TMPV 3.98% റാലി നടത്തി. ഏഷ്യ മോട്ടോഴ്സ് 3.72%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 3.39%, M&M 3.33%, ഏഷ്യൻ പെയിൻറ്റ് 2.68%, SBI ലൈഫ് 2.68%, മാരുതി സുസുക്കി 2.66%, ICICI ബാങ്ക് 2.62% and അൾട്രാടെക് സിമെൻറ്റ് 2.43% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 1.48% ഫോള് കണ്ടു. ഇറ്റേണൽ 1.28% ഫോള് നടത്തി. റിലയൻസ് 1.07%, ഭാരതി എയർടെൽ 0.87%, ONGC 0.59%, TCS 0.57%, ടാറ്റ കൺസ്യൂമർ 0.27%, HUL 0.20% and അദാനി എൻ്റർപ്രൈസ് 0.14% ഫോളോ കാണാൻ സാധിച്ചു. ഇതൊരു ബയോസെല്ല റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ US എന്ന് CPI ഡേറ്റ 11 മാർച്ചിന് വരുന്നുണ്ട്. US എന്നതിന് നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ 11 മാർച്ചിന് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.